റോഡിൻ്റെ ഒരു വശത്ത് ഒരാൾ നിൽക്കുന്നു. അയാളാകെ പരിഭ്രാന്തനായി കാണപ്പെട്ടു. അയാൾ ചുറ്റിനെ നോക്കി. അവിടെ എങ്ങും ആരുമില്ല. തൻ്റെ കയ്യിൽ കത്തിയെറിയുന്ന സിഗരറ്റിൻ്റെ കുറ്റി കത്തിയെറിഞ്ഞ് തീർന്നാൽ താൻ വീണ്ടും ആ വഴിയിൽ ഏകനായി. അയാൾ ഓർത്തു, ആരോ എപ്പോഴോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു പുരുഷൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിഗരറ്റാണെന്ന്. കയ്യിൽ അവനുണ്ടോ? ഏത് തിരക്കുള്ള ട്രെയിനോ ആളില്ലാത്ത വഴിയോ പോകാത്ത നേരമോ എല്ലാം ചെറിയ കാര്യങ്ങൾ മാത്രം. അയാൾ തൻ്റെ താൽക്കാലിക സുഹൃത്തിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അതേസമയം മറ്റൊരിടത്ത് എന്താ ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല. അല്ല, മുമ്പ് ഇവിടെ കണ്ട് പരിചയമില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഞാനൊരു ഓട്ടോ നോക്കിയിരുന്നു. ഓട്ടോയോ? ഈ സമയത്തോ? എൻ്റെ സാറേ, ഈ സമയത്ത് ഓട്ടോയൊന്നും കിട്ടൂല. ഈ സ്ഥലം കണ്ടത്ര പന്തി ഒന്നുമില്ല. രാത്രി ഏത് നടക്കണ്ടെന്ന് കരുതി വല്ല ഓട്ടോ കിട്ടുമെന്ന് കരുതി നിന്നാ. അല്ല, എന്താ ഇത്ര വൈകിയത്? ലാസ്റ്റ് ബസ്സിന് എത്തിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സാറങ്ങോട്ടാ പോകേണ്ടത്? എനിക്ക് ടി വി കോല വരെ ഒന്ന് പോകേണ്ടത്. ഞാനും ആ വഴിക്കാ. പോരുന്നോ? ഇയാളെ കണ്ടിട്ട് അത്ര പന്തി ഒന്നുമില്ല. പക്ഷേ ഈ രാത്രി വേറെ വഴിയില്ല. ആ, പോയേക്കാം. അല്ല, എന്താ അത്യാവശ്യം? കേട്ടില്ലേ? ആ, കേട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. കവലിക്കടുത്തുള്ള ആ മോഹൻ സാറിൻ്റെ കയ്യിലൊന്ന് എത്തിക്കണം. ഓ, പലിശയാണല്ലേ? ആ. അല്ല, തന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? സാറിന് ടി വി കവലയിലോട്ടല്ലേ പോകേണ്ടത്? വാ. ഡോ, തനിക്ക് ആ ടി വി കവലിക്ക് അടുത്ത് വീടുള്ള മോഹൻ സാറിനെ അറിയോ? ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന? അങ്ങനെ അറിയില്ല. ശരിക്കും ഞാനിവിടെ പുതിയതാ. ഞാനൊരു ട്രാവൽസിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ശമ്പളവും വാങ്ങി 2 എണ്ണമൊക്കെ അടിച്ചിട്ട് ഒരു സെക്കൻഡ് ഷോയും കണ്ടു തന്നെ വഴിയാ. സാറ് സൂക്ഷിച്ച്, മുള്ളുണ്ടാവും. സാറിൻ്റെ ബാഗിൽ വെള്ളം ഉണ്ടോ? വെള്ളോ? താൻ ഇത്രയോട്ടൊന്ന് ക്ഷണിച്ചോളൂ. ഒന്നും പറയണ്ട സാറേ, ഓടിയാ വന്നത്. ഓടിയോ? എന്തിന്? നാട്ടുകാർ ഓടിച്ചിട്ട്. നാട്ടുകാരോ? എന്തിനാടോ? ഈ നേരത്ത് നാട്ടുകാർ ഓടിച്ചിടണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. എന്തിനായിരിക്കും? സത്യം പറ, താനൊരു കള്ളനല്ലേ? അയ്യോ, താനൊന്നും പറഞ്ഞില്ലല്ലോ. തന്നെ ചതിക്കാൻ കൊണ്ടുപോകണോ?
എൻ്റെ സാറ് തെറ്റിദ്ധരിച്ചോളെ തന്നെ നാട്ടുകാരും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഓടേണ്ടി വന്നത്. തെറ്റിദ്ധാരണയോ? മനസ്സിലായില്ല. ഓ, അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അത് വിട്ടേക്ക്. സാറ് പറഞ്ഞണ്ട. ഇല്ല, ഒന്നും അറിയാതെ ഒരടി ഞാൻ ഇനി മുമ്പോട്ട് വെക്കില്ല. ഇവിടെയാണെങ്കിൽ ഇത്തിരി വെളിച്ചമെങ്കിലുണ്ട്. ഞാൻ വല്ല വണ്ടി വരെ ഒന്ന് നോക്കട്ടെ. ശരി, ഞാൻ പറയാം. ഞാൻ പടം കഴിഞ്ഞ് വന്ന വഴി ആ കാവിൻ്റെ അടുത്ത് വെച്ച് ഒരാൾ കിടക്കണമെന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് അടിച്ച് വീലായി കിടക്കണമെന്ന്. അടുത്ത് ചെന്നപ്പോൾ ഒരു കല്ലടപ്പുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ചോര. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ ദൂരെ നിന്നൊരാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ കല്ല് നിലത്ത് വെച്ച് അയാളോട് കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഇയാളിതൊന്നും കേൾക്കാണ്ട് ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടാൻ തുടങ്ങി. ഓ, ഞാൻ പെട്ടുപോയി. ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഓടി. ഇതാണ് കാര്യം. സാറ് വാ. തനിക്കിതൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചുകൂടായിരുന്നോ? ഒന്നില്ലെങ്കിൽ പോലീസ് വരുമ്പോഴെങ്കിലും പറയായിരുന്നല്ലോ. എൻ്റെ സാറേ, വന്നത് നാട്ടുകാരാ, സദാചാര പോലീസാ. അവന്മാരെന്നെ തല്ലിക്കൊന്നിട്ടെ പോലീസുകാർ വരും. എൻ്റെ കയ്യിലാണെങ്കിൽ 10,000 രൂപ ശമ്പളം കിട്ടിയതുണ്ട്. അതെൻ്റെ കൈ കണ്ട അവന്മാർ ഉറപ്പിക്കും ഞാനാണ് അവനെ തല്ലിയിട്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. ഭാഗ്യത്തിന് ഇരുട്ടായതുകൊണ്ട് അവന്മാരുടെ മുഖം കണ്ടില്ല. അല്ല, അപ്പോൾ തൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലേ? ആ ആ. സാറ് എവിടെന്നാ? ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാടോ. വയറ്റിലെന്നുള്ള ലാസ്റ്റ് ബസ്സിലാണ് വന്നത്. എൻ്റെ വീട് വൈപ്പില്ല. ഞാനിവിടെ വന്നിട്ട് 1 മാസമായി. ഓ, ഇനി എത്ര ദൂരം കൂടെ ഉണ്ടാവുള്ളൂ? ഒരു 10-20 മിനിറ്റ്. 10-20 മിനിറ്റോ? അല്ല, ആ വഴി മൊത്തം ഇങ്ങനെ ആളൊഴിഞ്ഞ് നടക്കാതിരിക്കുമോ? എന്താ പേടിയാ വേണ്ട? പേടിയോ? ഏയ്. എന്നാ സന്തോഷ വാർത്ത, ഇനി മൊത്തം ആളൊഴിഞ്ഞ വഴിയാ. അപ്പം എങ്ങനെയാ, ഇന്ന് സ്റ്റേ അവിടെ ആയിരിക്കും? അല്ല, മടങ്ങും. എങ്ങനെ മടങ്ങാനാ? വേണമെങ്കിൽ എന്നോട് കൂടിക്കോ. നാളെ രാവിലെ ഞാൻ പണിക്ക് വന്നിട്ട് വിളിക്കാം. അപ്പം എന്നോട് ഇത്